Today we are going to learn about topic determinants, its definition and properties and inverse of a matrix. Getting on to the topic, matrices means linear equations transformations solve ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ determinants നമ്മൾ യൂസ് ചെയ്യുന്നത് മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് അറിയാൻ വേണ്ടി. ലീനിയർ മാപ്പിംഗ് അനലൈസ് ചെയ്യാനും ട്രാൻസ്ഫോർമേഷൻ പെർഫോം ചെയ്യാനും സിസ്റ്റം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഡിറ്റർമിനൻസിനെ പറ്റി പറയാനാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഒരു സ്കെലാർ വാല്യൂ ആണ്. ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് നമുക്കൊരു മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണോ അല്ലയോന്നും പിന്നെ അതിൻ്റെ ഏരിയ വോളിയം സ്കെയിലിംഗ് ഫാക്ടർ ട്രാൻസ്ഫോർമേഷൻ കാണും റോസ് ആൻഡ് കോളംസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സിൽ നിന്നാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിന് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് എയോ അല്ലെങ്കിൽ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. ഇനി ഇപ്പോൾ നമുക്കൊരു 2x2 മെട്രിക്സ് കിട്ടിയെന്ന് വയ്ക്കും. അന്നേരം നമ്മളെങ്ങനെയാണ് അതിന് ഡിറ്റർമിനൻ്റ് കാണാൻ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാനാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എ കാണാൻ വേണ്ടിയിട്ട് AD മൈനസ് BC അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന രണ്ട് എലമെൻസിൻ്റെ പ്രൊഡക്റ്റും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് മൈനസ് ചെയ്യുക. അതായത് ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് AD മൈനസ് BC ആണ്. നെക്സ്റ്റ് 3x3 മെട്രിക്സ് ആണെങ്കിൽ കോഫാക്ടർ എക്സ്പാൻഷൻ വെച്ചിട്ട് ചെയ്യാൻ. അതായത് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാൻ A ഇൻറ്റു EI മൈനസ് FH മൈനസ് B ഇൻറ്റു DI മൈനസ് FG പ്ലസ് C ഇൻറ്റു DH മൈനസ് EG. നോട്ട് ദിസ് എക്സാമ്പിൾ. ഇതിൽ B എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. 2, 3, 4, 1 ആണ് അതിലുള്ള എലമെൻറ്റ്സ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാമെന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 മൈനസ് 4 ഇൻറ്റു 3 ആണ്. ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. സോ ദി ഡിറ്റർമിനൻ്റ് ഓഫ് P വിൽ ബി -10. നെക്സ്റ്റ് ഒരു 3x3 മെട്രിക്സ് എടുത്തതിനാൽ അതിലൊരു മെട്രിക്സ് C ആയിട്ട് എക്സാമ്പിളായിട്ട് എടുക്കുക. C എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ എലമെൻറ്റ്സ് 1, 2, 3, 4, 0, 1, 2, -2 ആണ്. ടു ഫൈൻഡ് ഇറ്റ്സ് ഡിറ്റർമിനൻ്റ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് റോ എടുക്കും. എലമെൻറ്റ്സ് 1, 2 and 3. അതിൽ ഫസ്റ്റ് എലമെൻറ്റ്സിൽ വരുന്നത് 1ൻ്റെതും ആ ഒരു റോസും കോളംസും ഒഴിവാക്കിയതിന് ശേഷമുള്ള നമ്പർ എന്താ 0, 1, -1, 2 അത് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 0 × 2 എന്ന് പറയുന്നത് 0 മൈനസ് 0 1 × -1 എന്ന് പറഞ്ഞാൽ എന്താണ് -1 -1ഉം മൈനസും ആഡ് ചെയ്തതിനാൽ അത് പ്ലസ് ആവും. അപ്പോൾ ആൻസർ വിൽ ബി +1. നെക്സ്റ്റ് 2 എന്ന് പറയുന്ന എലമെൻറ്റ്സിൻ്റെ നേരെ താഴെയുള്ള റോസും നേരെ മുകളിലുള്ള കോളംസും ഒഴിവാക്കിയ ശേഷം 4, 1, 2, 2 എന്ന് പറയുന്ന എലമെൻറ്റ്സ് എടുക്കുക. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 × 2 -1 × 2 8 - 2 = 6. അപ്പോൾ -2 × 6 എന്ന് പറയുന്നത് -12 ആണ് കിട്ടുക. ഇനി നെക്സ്റ്റ് അതിൻ്റെ ഫസ്റ്റ് റോവും തേർഡ് കോളവും ചെയ്യുക. അപ്പോൾ 2x2 മെട്രിക്സിൽ വരുന്ന എലമെൻറ്റ്സ് 4, 0, 2, -1 ആണ്. അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × -1ഉം -2 × 0 ആൻസർ വിൽ ബി -4 ആൻഡ് മൾട്ടിപ്ലൈങ് ബൈ ദ എലമെൻറ്റ് 3 × -4 എന്ന് പറഞ്ഞാൽ -12 എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടും. ഇനി കിട്ടിയ എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്തതിനാൽ നമുക്കതിൻ്റെ ഡിറ്റർമിനൻ്റ് C എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കിട്ടും. സോ ദി ഫൈനൽ ആൻസർ വിൽ ബി ഡിറ്റർമിനൻ്റ് C = 1 + -12 + -12 എന്ന് പറഞ്ഞത് 1 - 12 - 12 എന്ന് പറയുന്നത് 23. പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് പറയാനാണെങ്കിൽ അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് സ്ക്വയർ മെട്രിക്സസ് മാത്രമാണ്. സ്ക്വയർ മെട്രിക്സസ് മാത്രമേ നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ ഏതെങ്കിലും റോയും കോളും 0 ആയി കഴിഞ്ഞാൽ ഡിറ്റർമിനൻറ്റും 0 ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു റോസും കോളും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈന് ചേഞ്ച് ചെയ്യും. പിന്നെ 2 റോസും കോളംസും എടുത്തു കഴിഞ്ഞാൽ അത് ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു മെട്രിക്സ് എടുത്തുനിന്നിരിക്കുക. അതിൻ്റെ കൂടെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടേം K ഏതെങ്കിലും നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിറ്റർമിനൻറ്റിൻ്റെ കൂടെ ആ ഒരു മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും അത് K മൾട്ടിപ്ലൈസ് ബൈ K ആണ് ആൻസർ വരിക. A എന്നൊരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഡിറ്റർമിനൻ്റ് ഏത് തന്നെയാണ് വരിക. അതായത് ട്രാൻസ്പോസ് ഡസ് നോട്ട് ചേഞ്ച് ഡിറ്റർമിനൻ്റ്. ഇനി ഡിറ്റർമിനൻ്റ് A എന്ന് 0 ആണെങ്കിൽ A ഈസ് സിംഗുലാർ മെട്രിക്സ്. അതായത് സിംഗുലാർ മെട്രിക്സ് ആയി കഴിഞ്ഞാൽ A ഇൻവെർട്ടിബിൾ ആയിരിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഇനി നെക്സ്റ്റ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസ് പറയാനാണെങ്കിൽ A × B എന്ന് പറയുന്ന ഒരു മെട്രിക്സ് അതിൻ്റെ രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്തതിന് അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് A × ഡിറ്റർമിനൻ്റ് B ആയിരിക്കും. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് K × A എന്ന് പറയുന്നത് K⁻n × ഡിറ്റർമിനൻ്റ് A ഫോർ n/n മെട്രിക്സിൻ്റെ കേസാണിത്. ഡിറ്റർമിനൻ്റ് ഓഫ് എൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തോ 1 ആയിരിക്കും. ഇനി മൈനേഴ്സും കോഫാക്ടേഴ്സും ഈ ഇൻവേഴ്സ് കാണാൻ വേണ്ടി നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ്. അതായത് മൈനേഴ്സിനെ പറ്റി പറയാനാണ് മൈനർ MIG നമ്മൾ മൈനറിനെ ഡിറ്റർമിനൻ്റ് ചെയ്യും. അത് ഡിറ്റർമിനൻ്റ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ റിമൂവിങ് ഐതർ റോ ആൻഡ് jth കോളം. അതായത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും റിമൂവ് ചെയ്തതിന് ശേഷം വരുന്നതിൻ്റെ എലമെൻറ്റിൻ്റെ 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടതാണ് മൈനർ. പിന്നെ
കോഫാക്ടർ എന്ന് പറഞ്ഞാൽ CIJ കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് -1/i+j ഇൻറ്റു MIJ എന്ന് പറഞ്ഞാൽ മൈനർ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. അതിന് ശേഷമാണ് കോഫാക്ടർ കണ്ടുപിടിക്കുള്ളൂ. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ്, ഈ മൈനറും കോഫാക്ടറും അഡ്ജോയിൻ്റും എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവേഴ്സ് കാണുന്നത്. ഇത് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്പോസ് ഓഫ് എ കോഫാക്ടർ മെട്രിക്സ്. അതാണ് ഞാൻ പറഞ്ഞത്, കോഫാക്ടറും അഡ്ജോയിൻറ്റും ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഇനി ഇൻവേഴ്സ് കാണുന്നതിന് മുമ്പ് അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് കാണണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വെച്ചിട്ടാണ് ഒരു എക്സാമ്പിൾ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഒരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് 3x3 മെട്രിക്സ് നമുക്ക് എടുത്താൽ അതിൽ വരുന്ന എലമെൻറ്റ്സ് 1 2 3 1 3 4 1 4 3 അതിൻ്റെ അഡ്ജോയിൻ്റ് നമുക്ക് കാണാം. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ മൈനസ് കാണണം, എന്നാൽ മാത്രമേ കോഫാക്ടർ മെട്രിക്സ് കാണുക. മൈനസ് യൂസ് ചെയ്തിട്ടാണ് കോഫാക്ടർ മെട്രിക്സ് കാണുന്നത്. അത് മൈനസ് എന്ന് പറയുമ്പോൾ A11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2x2 മെട്രിക്സ് കിട്ടും. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാം, 3 × 3 - 4 × 4. അപ്പോൾ എന്താ ആൻസർ വരുന്നത് -7 ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് A12, അതായത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും റിമൂവ് ചെയ്തതിനാൽ 1 4 1 3 കിട്ടും. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആണ്. ഇതിലിപ്പോൾ ഓൾറെഡി പുറത്തൊരു സൈൻ ഇട്ടിട്ട് കാണുന്നില്ലേ, A12ൻ്റെ A21ൻ്റെ എല്ലാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഫാക്ടർ മെട്രിക്സ് കൊടുക്കുന്നതിന് മുമ്പ് സൈൻ എന്ന് പറഞ്ഞ റൂൾ ഓഫ് സൈനിൻ്റെ ഒരു സംഭവമുണ്ട്. അത് വെച്ചിട്ട് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ആണ് നമ്മൾ ഒരു 3x3 മെട്രിക്സിന് സൈന് കൊടുക്കാൻ. അത് ഫസ്റ്റ് തന്നെ ഇവിടെ കൊടുത്തേ ഉള്ളൂ. നെക്സ്റ്റ് A13ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1ഉം A21ൻ്റെ വാല്യൂ 6ഉം A22ൻ്റെ വാല്യൂ 0, A23ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2ഉം A31 എന്ന് പറഞ്ഞാൽ -1ഉം A32 -1 A33 1 ആണ്. ഇനി അഡ്ജോയിൻ്റ് എങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരു മെട്രിക്സ് ചെയ്തു, അതിൻ്റെ ട്രാൻസ്പോസ് കാണും. അങ്ങനെയാണ് അഡ്ജോയിൻ്റ് കാണുന്നത്. Therefore, adjoint of A is equal to -7 6 -1 1 0 -1 1 -2 1. ഇനി നമുക്ക് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് ഈസി ആയി കാണാം, കാരണം അഡ്ജോയിൻ്റ് ഓഫ് എ മെട്രിക്സ് നമ്മളങ്ങനെ കാണേണ്ടി പഠിച്ചു. അതായത് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് A⁻⁻1 വെച്ചിട്ടാണ്. A and B are two square matrices of the same model such that AB is equal to BA is equal to identity matrix, അതായത് യൂണിറ്റ് മെട്രിക്സ്. Then B is called the inverse of A, that is B is equal to A inverse and A is the inverse of B. അതായത് AB is equal to BA ആണെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ B എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് A ആയിരിക്കും. ഒരു സ്ക്വയർ മെട്രിക്സ് A എന്ന് പറയുന്നത് ഇൻവേഴ്സ് ആണെങ്കിൽ അതിനുള്ള കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആയിരിക്കണം, അതായത് ഡിറ്റർമിനൻ്റ് ഓഫ് A നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. A എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സും B അതിൻ്റെ ഇൻവേഴ്സ് ആണെങ്കിൽ AB എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഡിറ്റർമിനൻസ് എടുത്തു കഴിഞ്ഞാൽ ബിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ ഐഡൻറ്റിറ്റിൻ്റെ ഡിറ്റർമിനൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടിൻ്റെയും സെപ്പറേറ്റ് ഡിറ്റർമിനൻ്റ് കൊടുത്താൽ അത് I ആയിരിക്കും. അതുകൊണ്ട് ഈ റിലേഷൻ വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഡിറ്റർമിനൻ്റ് A നോട്ട് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഈസ് എ മെട്രിക്സ് A എന്ന് പറയുന്നത് നോൺ സിംഗുലർ ആണ്. ഫോർമുല ടു ഫൈൻഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് മെത്തേഡ് വെച്ചിട്ട് പറയാനാണെങ്കിലും A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/ഡിറ്റർമിനൻ്റ് ഓഫ് A ഇൻറ്റു അഡ്ജോയിൻറ്റ് A. ഇൻവേഴ്സ് കാണേണ്ട മേജർ സ്റ്റെപ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് ആണ്, പിന്നെ കോഫാക്ടേഴ്സ് ആണ്. അതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടിട്ട് ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞാൽ അഡ്ജോയിൻറ്റ് കിട്ടും. അഡ്ജോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമുലാസിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ A ഇൻവേഴ്സ് എന്നൊരു ആൻസർ കിട്ടും. ഇൻവേഴ്സ് കാണേണ്ട ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഫോർമുല വെച്ചിട്ട് ആ ഫോർമുലയിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുക. അതിനായിട്ട് മൈനസ് കാണാം, മൈനസ് കണ്ടുപിടിച്ചിട്ട് അതിൽ മൈനസിൻ്റെ കോഫാക്ടർ മെട്രിക്സ് കണ്ടെത്തി അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടതിന് അഡ്ജോയിൻറ്റ് കിട്ടും. അഡ്ജോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡിറ്റർമിനൻ്റ് കാണാം. ഡിറ്റർമിനൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്ജോയിൻറ്റ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് A കിട്ടിയാൽ A ഇൻവേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഡിറ്റർമിനൻ്റ് A എന്ന് പറയുന്നത് 20 ആണ് ആൻസർ. ആൻഡ് അഡ്ജോയിൻറ്റ് ഓഫ് A എന്ന് പറഞ്ഞത് 2 6 4 21 -7 -I2 -18 6 4 ആണ് നമുക്ക് കിട്ടിയത്. സോ ദ ആൻസർ വിൽ ബി A ഇൻവേഴ്സ് ഈക്വൽ ടു 1/20 ഇൻറ്റു ദാറ്റ് മെട്രിക്സ്. 2/2 മെട്രിക്സ് വെച്ച് ചെയ്യുന്നതാണെങ്കിൽ A എന്ന് പറയുന്നത് A ഇൻവേഴ്സ് കാണാൻ വേണ്ടി ഫസ്റ്റ് ഡിറ്റർമിനൻ്റ് കാണാം AD - BC, എന്നിട്ട് Aയും Dയും സ്വാപ്പ് ചെയ്യുക. സ്വാപ്പ് ചെയ്തതിന് ശേഷം ബിൻ്റെ സീൻ്റെ സൈൻസ് ചേഞ്ച് ചെയ്യുക, അതായത് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക. എന്നിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിറ്റർമിനൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിറ്റർമിനൻ്റ് A 0 ആണെങ്കിൽ നോ ഇൻവേഴ്സ്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ബീൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫോർമുല വെച്ച് ആൻസർ കണ്ടുപിടിക്കും. B ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/30 ഇൻറ്റു 35 ഇൻറ്റു 2/2 മെട്രിക്സ് 3 - 5 - 7 10.
അപ്പോൾ ദ ആൻസർ വിൽ ബി 1/-5 ഇൻറ്റു 3 ഇൻറ്റു -5 -7 ഇൻറ്റു 10. ഇൻവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സിംഗുലാർ മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ്. നെക്സ്റ്റ് എ ഇൻവേഴ്സ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആയിരിക്കും. എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻവേഴ്സും. എ ട്രാൻസ്പോസിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഓഫ് ട്രാൻസ്പോസാണ്. ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് തന്നെ ആയിരിക്കും. ഡിറ്റർമിനൻസ് ഇൻവേഴ്സ് നമ്മൾ മെയിൻ യൂസ് ചെയ്യുന്നത് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ട്രാൻസ്ഫോർമേഷൻ കാണാനും ഏരിയ കാണാനും വോളിയം കാണാനും, പിന്നെ ഇതിൻ്റെ ഇൻവേർട്ടിബിലിറ്റി അല്ലെങ്കിൽ റാങ്ക് കാണാനും, പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിനും മെഷീൻ ലേണിങ്ങിനും ക്രിപ്റ്റോഗ്രാഫിക്കൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇൻ കൺക്ലൂഷൻ ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേർട്ടിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മെട്രിക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താ, സോൾവ് ചെയ്യാൻ, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനും. മെത്തേഡ്സ് ലൈക്ക് അഡ്ജോയിൻറ്റ്, ഗോസ് ജോർദാൻ, ക്രാമേഴ്സ് റൂളൊക്കെയാണ് നമ്മൾ ഇത് സൊല്യൂഷൻസ് കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്.